എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 4 ഇടവകകളുടെ ചുമതലകളിൽ നിന്ന് നീക്കിയ വിമത വൈദികർ ഉടൻ ഇടവകകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞുപോകണമെന്ന് അന്ത്യശാസനം നൽകി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥലം മാറ്റിയതിന് മുൻസിഫ് കോടതിയെ സമീപിച്ച എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ, പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളി മുൻ വികാരി ഫാദർ തോമസ് വാളൂക്കാരൻ, തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോന പള്ളി മുൻ വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, മാതാനഗർ പള്ളി മുൻ വികാരി ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കാണ് മാർ ബോസ്കോ പുത്തൂർ അന്ത്യശാസനം നൽകിയത്. ഈ വൈദികർ ചൊവ്വാഴ്ച തന്നെ ഇടവകകളിൽ നിന്ന് ഒഴിഞ്ഞുപോയില്ലെങ്കിൽ കാനോനിക നിയമപ്രകാരം കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചുമതലകളിൽ നിന്ന് നേരത്തെ തന്നെ നീക്കിയ മുൻ ഇടവക വൈദികരോട് ഉടൻ പൊതി ബിജോ ഭവൻ വൈദിക മന്ദിരങ്ങളിലേക്ക് താമസം മാറാനാണ് കത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ ഇടവകകളിൽ കൂദാശകൾക്കും ആത്മീയ ശുശ്രൂഷകൾ നേതൃത്വം നൽകാൻ 4 വൈദികർക്കും കഴിയില്ലെന്ന് കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇടവകകളിൽ യാതൊരു ഉത്തരവാദിത്വവും അധികാരവും ഉണ്ടായിരിക്കില്ല. ഇടവകയുടെ സ്ഥാപനങ്ങളുടെ ചുമതലയും ഉണ്ടാകില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടാനും ഇവർക്ക് കഴിയില്ല. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഇടവകകളിൽ നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർമാരായ വൈദികരെ ചുമതലയേൽക്കാൻ അനുവദിക്കാതെ തടയുന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ്. ഇനി ഇത് ആവർത്തിക്കാൻ അനുവാദമില്ലെന്നും മാർ പുത്തൂർ മുന്നറിയിപ്പ് നൽകുന്നു. എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലും രൂപതയുടെ ചുമതലയുള്ള ബിഷപ്പ് എന്ന നിലയിലും ആരാധനാക്രമം നടപ്പാക്കാനുള്ള ചുമതല ഉള്ളതിനാലാണ് കത്ത് നൽകുന്നത് എന്ന വിശദീകരണത്തോടെയാണ് മാർ ബോസ്കോ പുത്തൂർ വൈദികർക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സഭ അംഗീകരിച്ച ഏകീകൃത കുർബാന നടപ്പാക്കണം എന്ന നിർദ്ദേശം പലതവണ ആവർത്തിച്ചു നൽകിയിട്ടും അത് നടപ്പാക്കിയില്ല. ചുമതലകൾ പാലിക്കാൻ ശേഷിയില്ലെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലാണ് വൈദിക മന്ദിരങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകുന്നതെന്നും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ വിശദീകരിക്കുന്നു. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥലം മാറ്റിയത് ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ച വൈദികർക്കെതിരെ പൗരസ്ത്യ സഭകളുടെ കാനോനിക നിയമപ്രകാരം നടപടിയുണ്ടാകുമെന്ന് മാർ പുത്തൂർ കത്തിൽ വ്യക്തമാക്കുന്നു. കാനോന 1446 പ്രകാരം തന്റെ തന്നെ മേലധ്യക്ഷൻ നിയമാനുസൃതം പുറപ്പെടുവിക്കുന്ന കൽപ്പനയോ നിരോധനമോ അനുസരിക്കാതിരിക്കുകയും ശാസനയ്ക്ക് ശേഷവും അനുസരണമില്ലായ്മ തുടരുകയും ചെയ്യുന്ന ഒരു വ്യക്തി കുറ്റവാസനയുള്ളവൻ എന്ന നിലയിൽ അനുയോജ്യമായ ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് വ്യക്തമാക്കിയാണ് വിമത വൈദികർക്ക് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ കത്ത് നൽകിയിരിക്കുന്നത്.